ജഗദീപണ്ടി സർവവേദാന്തപണ്ഡിത ശ്രീമദ്വിവേകയോഗി മാം പ്രചോദയതു സർവദാ. പയോദിനം കഴിഞ്ഞു, സ്ത്രീകൾക്കായിട്ടുള്ള ദിനം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത് ധ്യാന ദിനത്തിലാണ്. ഇന്ന് ലോകമെമ്പാടും ധ്യാനത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും ധ്യാനം കൊണ്ട് എന്ത് നേടിയെടുക്കാം, ധ്യാനം ആവശ്യമാണോ, എന്താണ് ധ്യാനം എന്നും മറ്റുമുള്ള ചർച്ചകളായിരിക്കും. എന്നോ ഇത് തുടങ്ങേണ്ടതാണ് നമ്മൾ. വാസ്തവത്തിൽ യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് തന്നെ കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു ഈ ധ്യാനവും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം യോഗ അഭ്യാസം ബാഹ്യമായി നടക്കുമ്പോൾ ആന്തരിക തലത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം. അത് യോഗത്തിന് മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റേണ്ടതാണ്. ഇനി ധ്യാനത്തിനെ പറ്റി പറയുമ്പോൾ വാസ്തവത്തിൽ ഈ ധ്യാനം എന്നുള്ള പ്രക്രിയ ആദ്യമായി ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാരതീയ ഋഷിമാരായിരിക്കാനാണ് സാധ്യത. വനത്തിലും ഗുഹകളിലും മറ്റും ഇരുന്ന് അവരുടെ ധ്യാനശക്തിയാൽ സ്വന്തം ആത്മതത്വത്തെ കണ്ട് അതിനെ ഉണർത്തി അതിൽ നിന്നുള്ള അറിവ് സമ്പാദിച്ചിട്ടാണ് നമ്മുടെ ഭാരതീയമായ ഉത്കൃഷ്ടമായ വേദ, ഉപനിഷത്ത്, ഇതിഹാസ, പുരാണങ്ങൾ എല്ലാം നമുക്ക് കൈവന്നിട്ടുള്ളത് ഈ മഹർഷിമാരുടെ ധ്യാന സിദ്ധിയിലൂടെയാണ്. അതുകൊണ്ട് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ധ്യാനം പലർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളൊരു നാമം ചെല്ലാനിരിക്കുകയാണ്, പ്രാർത്ഥന കഴിയുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് എല്ലാവരും കണ്ണടച്ചിരുന്ന് ധ്യാനിക്കൂ എന്ന് പറയും. എന്താണ് ധ്യാനിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ധ്യാനം എന്നുള്ളത് ഒരുമാതിരി എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു എന്നൊന്ന് ചിന്തിക്കുമ്പോഴാണ് കഠോപനിഷത്തിലെ അതിപ്രധാനമായ ഒരു ശ്ലോകം മുന്നിൽ വരുന്നത്. എന്താണ് ആ ശ്ലോകം? പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാം പശ്യതി നാന്തരാത്മാ കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛ. അതാണ് നചികേതസിനോട് യമധർമ്മരാജാവ് പറയുന്നതായിട്ടുള്ളൊരു ശ്ലോകമാണ്. അതിൽ വാസ്തവത്തിൽ ഈ ധ്യാനത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് ഉള്ള പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ ധ്യാനം ഭാരതത്തിൽ മഹർഷിമാരുടെയും സന്യാസിമാരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. സൃഷ്ടിയുടെ ഒരു പ്രത്യേക വിശേഷം എന്താണെന്ന് വെച്ചാൽ, ആ സൃഷ്ടിയെ നമ്മൾ കണ്ട് ആനന്ദിക്കുന്നതും ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ്. ആ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖങ്ങളാണ്. എല്ലാം പുറത്തേക്ക്, കണ്ണായാലും വായാലും ചെവിയായാലും മൂക്കായാലും നാവായാലും ത്വക്കായാലും എല്ലാം ബഹിർമുഖങ്ങളായിട്ടുള്ള സന്ദേശങ്ങളെ കൊണ്ടുവന്ന് അതിനെയാണ് അറിവാക്കി നമ്മുടെ മുമ്പിൽ പ്രദർശിച്ചു തരുന്നത്. അങ്ങനെയായിരിക്കണം ആദ്യകാലത്ത് കാടുകളിലും ഒക്കെ നടന്നിരുന്ന ആദ്യ നിവാസികൾ. അങ്ങനെയായിരിക്കണം അറിവ് സമ്പാദിച്ചിരുന്നത്. അവർക്ക് വേറെ ഒന്നും അറിവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കണം നമ്മുടെ മഹർഷിമാർക്ക് ചില ഉത്ബോധങ്ങളെല്ലാം കൈവന്നിരിക്കുന്നത്. നാനാത്വത്തിലുള്ള ഏകത്വം എന്നുള്ള ഭാവന. ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള വൃക്ഷങ്ങളായാലും പ്രകൃതികളായാലും നദി, പർവ്വതം, മനുഷ്യൻ, മൃഗങ്ങളെ എല്ലാം ഉണ്ടല്ലോ. നാനാതരത്തിലുള്ള ഈ സൃഷ്ടി വിശേഷത്തിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ട് ഇതിനെയെല്ലാം ഒന്നാക്കി ഇണക്കുന്നതായ എന്തോ ഒരു ശക്തി ഉണ്ടായിരിക്കും.
എന്നുള്ള ഒരു ബോധം നമ്മളുടെ മഹർഷിമാരുടെ ഉള്ളിൽ ഉണർന്നിരിക്കണം. ആ മഹർഷിമാരെ എന്ത് ചെയ്തു? അതിൻ്റെയാണ് ആ ശ്ലോകം, മുന്നേ പറഞ്ഞിരിക്കുന്ന ശ്ലോകമുണ്ടല്ലോ, പരാഞ്ചികാനി വ്രണത സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മാ. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖങ്ങളായിരിക്കുന്ന കാരണം അന്തരാത്മാവിനെ അറിയാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ നാനാത്വത്തിനെ കണ്ടുപിടിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ തോന്നിയിരിക്കണം, ഇതിനെ എല്ലാം ഒന്നാക്കി നിർത്തുന്ന എന്തോ ഒരു ശക്തിവിശേഷമുണ്ടല്ലോ. നമുക്ക് സയൻസിൽ പറയുകയാണെങ്കിൽ ഐൻസ്റ്റീനെ ഓർമ്മിക്കാം. ഈ സമയത്ത് E=mc² എന്ന് പറഞ്ഞ് ആ ആന്തരികമായ ഊർജത്തെ അദ്ദേഹം സർവപ്രധാനമായും സാർവജനികമായിട്ടുമെല്ലാം നമുക്ക് കാണിച്ചു തരേണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് അത് വേഗം മനസ്സിലാക്കാം. പക്ഷെ അന്ന് ഈ 5 ശബ്ദസ്പർശ രൂപ രസ ഗന്ധാദികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും പുറമേക്ക് തുറന്നു വെച്ചിരിക്കുന്ന കാരണം ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഭാരതത്തിലെ ഋഷിമാർ. സാധാരണ ഋഷികളാണോ? സാധാരണ എല്ലാ ഋഷികളെയല്ല പറയുന്നത്. കശ്ചിൽ ധീരഹ. ധീരഹ എന്നുള്ളതിന് വളരെയധികം അർത്ഥവ്യാപ്തിയുണ്ട്. നമ്മളിപ്പോൾ അയാൾ ധൈര്യം കാണിക്കണു, അതുകൊണ്ട് അയാൾ ധീരൻ. ആ ധീരത്തിലല്ല അവിടെ. ഈ ഞാൻ കാണുന്ന കാഴ്ചകളിൽ നിന്ന് അതീതമായിട്ട് എന്തോ ഒന്ന് എവിടെയുണ്ട് എന്നുള്ള മനസ്സിലൊരു ബോധം വന്ന് ഈ ബാഹ്യമായ കാഴ്ചകളെയെല്ലാം അടച്ചു വെച്ച് ബാഹ്യമായ കാഴ്ചകളെ കൊണ്ടുവരുന്നതായ ഇന്ദ്രിയങ്ങളെയെല്ലാം മൂടി വെച്ച് അന്തരാത്മാവിനെ കാണാൻ അയാളെ ശ്രമിക്കുന്നു. കശ്ചിദ്ധീരഹ. അങ്ങനെ ശ്രമിച്ചപ്പോൾ എന്തായി? ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുകയായി. ആദ്യം മനസ്സിലായി ഈ അറിവിനെ കൊണ്ടുവരുന്നതിനെ എല്ലാം ക്രോഡീകരിച്ചെടുക്കുന്നത് മനസ്സാണ് എന്ന് മനസ്സിലായി. പക്ഷേ അത് ബാഹ്യമായ അറിവുകളെയല്ലേ. പക്ഷെ ഉള്ളിൽ എന്തോ നമുക്ക് അറിയാതെ തന്നെ ചില അറിവുകൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്നത് ഇതിന് മാത്രമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല. അതിനെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എന്തോ ലഭ്യമാകും എന്നുള്ള ഒരു ഉണർവ് അവർക്കുണ്ടായി. ദൈവനിയോഗമായിരിക്കും അത്. അങ്ങനെ അവർ മനസ്സിൻ്റെ ആ ചാഞ്ചല്യങ്ങളെയെല്ലാം അടച്ചു വെച്ചു. കാഴ്ച, ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാകുന്ന ആ കാഴ്ചകളെയും അറിവുകളെയും ആസ്വാദനങ്ങളെയും എല്ലാം പൂർണ്ണമായിട്ട് അടച്ചു വെച്ചു. ഇതെല്ലാവർക്കും സാധിക്കില്ലേ? അതുകൊണ്ടാണ് ആ മഹർഷിമാരെ കശ്ചിത് ധീരഹ എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ഒരു ആന്തരിക യാത്ര തുടങ്ങുകയാണ്. ഇതുവരെ നമ്മൾ പുറത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അടച്ചു നിർത്താൻ പഠിച്ചതോടെ അതിമനോഹരമായ ഒരു ആന്തരിക യാത്ര അവർ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ചെയ്തെത്തി പല അറിവുകളും ആ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ മാതിരി മനസ്സാണ് നമ്മളെ കുഴിയെ കൊണ്ട് ചാടിക്കുന്നത്, മനയേവ മനുഷ്യയാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. മനസ്സെന്താണ്, ബുദ്ധിയുടെ വിവേചന ശക്തി എന്താണ്, ഇതൊക്കെ അവർ പദമായിട്ട് പഠിച്ച് പിന്നെ അവിടെ നിന്നില്ല. അവർ പിന്നെയും തുടർന്നു. ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ അവരവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്ത് യാത്ര? ഈ ആന്തരിക യാത്ര. എവിടെയോ ചെന്ന് എത്തുന്നവരെ ഞങ്ങൾ യാത്ര ചെയ്യും എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി ഈ മഹർഷിമാർ അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ തുടർന്ന് എത്തിയപ്പോൾ എന്തു പറ്റി? പെട്ടെന്ന് അവർ അറിയാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ സകല ചരാചരങ്ങളുടെയും ഏകസത്തയായിരിക്കുന്ന ആ സത്ചിത് ആനന്ദം എന്ന് പിന്നീട് പേര് കൊടുത്ത് വിളിക്കപ്പെട്ട ആ അന്തഃസത്യയെ ആത്മാവിനെ അവർ എന്താ പറയുക, കണ്ടെത്തി എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്താ വെച്ചാൽ കണ്ണുകൊണ്ടല്ല കാണുന്നത്. അവർ സാക്ഷാത്കരിച്ചു. അവർക്കത് സാക്ഷാത് ആയിട്ടുള്ള സത്യമാണെന്നുള്ള ബോധം അവരിൽ ഉണർന്നു. അതാണ് സത്യം,
അതാണ് നിത്യമായിട്ടുള്ളത്, അതാണ് ശാശ്വതമായിട്ടുള്ളത്, അതിനെയാണ് അറിയേണ്ടത്, അതിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്, അതിനെയാണ് ജീവിതത്തിൽ നമ്മൾ ആവിഷ്കരിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ മുറയായിട്ട് ആ സത്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. അതെന്തുകൊണ്ടാണ് സാധിച്ചേ? ഈ ഉള്ളോട്ടുള്ള യാത്ര. ആ യാത്രയുടെ പേരാണ് ധ്യാനം. എപ്പോഴെല്ലാം നമ്മൾ ബാഹ്യമായിട്ടുള്ള ഈ 5 ഇന്ദ്രിയങ്ങളെ മൂടിക്കെട്ടി ആന്തരികമായ സത്യത്തെ അന്വേഷിച്ച് ഒരു യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നുവോ ആ യാത്രയാണ് ധ്യാനം. കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഃ. ചക്ഷു എന്ന് മാത്രം പറഞ്ഞേക്കണം. അവിടെ 5 ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്കാക്കി മാറ്റി. അതായത് ഒന്നിലോ നമുക്ക് പറയാം അടച്ചു വെച്ചു, അല്ലെങ്കിൽ അവയെ ഉൾക്കാഴ്ചയ്ക്കായിട്ട് അവർ ഉപയോഗിച്ചു. ആവൃത്തചക്ഷു എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അമൃതത്വമിച്ഛൻ. എവിടെയോ മരണമില്ലാത്ത നിത്യവും ശാശ്വതവുമായൊരു സത്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം കൊണ്ട് നടക്കാൻ സാധിക്കില്ല. എല്ലാത്തിനെയും കൂട്ടി ഇണക്കി എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്ന സത്യമായി, പരമമായ സത്യമായിരിക്കുന്ന ഒരു ആത്മസ്വരൂപം എല്ലാത്തിലുമുണ്ട് എന്നുള്ള കാഴ്ചയിൽ അവരെത്തുകയാണ്. അതാണ് ധ്യാനത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയാം നമുക്ക്. ആ ധ്യാനത്തിൽ നിന്ന് പിന്നീട് അവർ ഉണർന്നപ്പോൾ എന്തുണ്ടായി? ഈ കാഴ്ചയാണ് അവരുടെ ഉള്ളിലുള്ളത്. അവരുടെ മനസ്സിലും ബുദ്ധിയിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ഏകാത്മഭാവമുണ്ടല്ലോ, അതിനെയാണ് അവർ പ്രത്യക്ഷമായിട്ട് ചുറ്റും കാണുന്നത്. ഉടനെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഈ വരികൾ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിൽ ജഗത്യാം ജഗത്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും വാസ്തവം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നതല്ല. അതിൻ്റെ ഉള്ളിൽ സാക്ഷാൽ ഈശ്വരീയ ഭാവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതാണ് ഭാരതീയ ഋഷിമാർ കണ്ടെത്തിയത്. അതിനെയാണ് അവർ വേദോപനിഷത്തുകളിൽ കൂടിയും, അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് ഇതിഹാസ പുരാണങ്ങളിൽ കൂടിയും പല വിധത്തിലുള്ള ദൈവിക രൂപങ്ങളുമെല്ലാമായിട്ട് ആവിഷ്കരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ധ്യാനം എവിടുന്ന് തുടങ്ങണം, എവിടുന്ന് അവസാനിക്കണം? അവസാനമില്ലാത്തതാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ ആന്തരിക സത്യയെ അറിയാൻ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ബാഹ്യമായ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതിനെ അടക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കണ്ണടച്ച് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം കെട്ടി നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ കിട്ടും. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ സത്തയാണ് എല്ലാ അറിവിൻ്റെയും ഇരിപ്പിടം, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടം. വാസ്തവത്തിൽ ഇത് അറിഞ്ഞ ഒരാൾക്ക് മറ്റൊരു ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും തെളിഞ്ഞു നിൽക്കുന്ന അറിവ് അവരുടെ സ്വന്തം പ്രകൃതിയായിട്ട് മാറുകയാണ്, സ്വന്തം ഭാവമായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഭാരതീയ ഋഷികളാണ് ധ്യാനത്തിൻ്റെ അത്യുന്നത ശൃംഗങ്ങളിലെത്തി പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. എങ്ങനെയാണ് അവതരിപ്പിച്ചത്? തനിക്ക് കിട്ടിയ ഒരു സ്വത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയല്ല ചെയ്തത്. ആ കിട്ടിയ സ്വത്തിനെ അവർ ലോകം മുഴുവൻ വാരി വിതറുകയാണ്. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേധമാനി ദിവ്യാനി തസ്തു വേദാന്തമാദ്യം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത് തമേവ അതിമൃത്യുമേതി നാന്യപന്ഥാ വിദ്യതേയനായ. ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ഇതാണ് പരമമായ സത്യം. അതിൽ നിന്നാണ് പിന്നെ പലതരത്തിലുള്ള ഭാരതീയ ദർശനങ്ങൾ വന്നേക്കുന്നത്. ഏകം സത്വിപ്രാ ബഹുധാ ദർശന, ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. അതേമാതിരി തന്നെ വസുധൈവ കുടുംബകം പിന്നൊരു ലെവലിൽ വരുമ്പോൾ അല്ലേ, ഉദ്ധരേതാത്മനാത്മാനം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എല്ലാം ഈ ആന്തരികമായ ധ്യാനത്തിൽ നിന്ന് ലഭിച്ച ഏകാത്മഭാവത്തിൻ്റെ സാക്ഷാത്കാരത്തിൽ നിന്ന് ഉദ്ഭൂതമായതാണ്.
അപ്പോൾ നമ്മളും സാധാരണക്കാരും കുറച്ചു സമയം ഈ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കെണിയിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് നമുക്ക് വിടർത്തി നിന്ന് കണ്ണടച്ച് മനസ്സിനെ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു ഈശ്വര രൂപത്തിലോ അല്ലെങ്കിൽ പരമമായ സത്യത്തിലോ എന്തിലെങ്കിലും കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യാൻ ആരംഭിച്ചാൽ അത് ധ്യാനമാകും. അത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഭാരതീയ ഋഷിമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകം മുഴുവനും യോഗയുടെ ശക്തി മനസ്സിലാക്കി ഈ ധ്യാനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കും തോറും പലരുടെയും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കും. ശാന്തിക്കും സമാധാനത്തിനും അത് വഴിയൊരുക്കട്ടെ എന്ന് നമുക്ക് ഈ സുദിനത്തിൽ പ്രാർത്ഥിക്കാം.